നമസ്കാരം, ഞാൻ വിജേഷൻ കാർത്തികൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റീരിയറിൽ ലൈറ്റിങ്ങിനെ കുറിച്ചാണ്. ഇൻറ്റീരിയറിൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒരു നാച്ചുറൽ ലൈറ്റിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്സ്. നാച്ചുറൽ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൺറൈസ്, നമ്മുടെ സൺലൈറ്റ് നമ്മൾ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ റൂമുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നാച്ചുറൽ ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് പറയാൻ വേണ്ടി നമ്മുടെ റൂമിൻ്റെ ടോപ്പ് പോർഷനുകൾക്ക് നമുക്ക് ഗ്ലാസ് പോലെയുള്ള ഒബ്ജക്റ്റുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് സൺറൈസ് നമ്മുടെ ബിൽഡിങ്ങിനകത്തേക്ക് ഡയറക്റ്റ് നമുക്ക് എത്തിക്കാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൺറൈസ് നമ്മുടെ വിൻഡോ വഴി നമുക്ക് അകത്തേക്ക് വരുമ്പോൾ നമ്മളുടെ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ലൈറ്റ് കളേഴ്സുള്ള വാളുകൾ കൊടുത്തുകൊണ്ട് ആ മാക്സിമം ലൈറ്റിംഗ് ആ റൂമിലേക്ക് ഫുൾ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് കൊടുക്കാം. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ നമുക്കറിയാം ബൾബുകൾ, അതേപോലെയുള്ള LED ബൾബ്സ്, അത്തരത്തിലുള്ള ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലൈറ്റിംഗ് ഉദ്ദേശിക്കും. അതിൽ തന്നെ നമ്മൾ നോർമൽ ലൈറ്റിങ്സിന് സ്പോട്ട് ലൈറ്റ്, ഓംനി ലൈറ്റ്സ്, LED സ്ട്രിപ്സുകൾ, അതേപോലെ ഫോഗ് ലൈറ്റ്സുകളുണ്ട്, അതേപോലെ ഫ്ലഡ് ലൈറ്റ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ലൈറ്റിങ്ങും ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്പേസിലേക്ക് എത്രത്തോളം ലൈറ്റിംഗ് വേണമെന്ന് നമുക്ക് നിശ്ചയിച്ചിട്ട് വേണം നമുക്ക് ആ റൂമിലേക്കുള്ള ലൈറ്റിംഗ് സിസ്റ്റം നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡിസൈനർക്ക് അത് ആ റൂമിലേക്ക് എത്ര ലൈറ്റിംഗ്, എത്ര സ്പേസിങ് ലൈറ്റിംഗ്, അല്ലെങ്കിൽ എത്ര ആവശ്യത്തിനുള്ള ലൈറ്റിംഗ് ഏതൊക്കെ സ്പോട്ടുകളിലൊക്കെ വേണമെന്ന് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതുപോലൊരു ഒബ്ജക്റ്റ് നമ്മളൊരു ഷെൽഫിൽ വെച്ചിരിക്കണം. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് സ്പോട്ട് ലൈറ്റ്സ് കിട്ടും. നമുക്കൊരു 1 ഇഞ്ച് 1 വാട്ട് തുടങ്ങിയിട്ടുള്ള സ്പോട്ട് ലൈറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ നമുക്കൊരു ഷോറൂംസുകളാണെന്ന് വരിക. ഇതേപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഷോറൂമിനെ സംബന്ധിച്ച്. നമ്മൾ നോക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ട്രാക്ക് ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സ്പോട്ട് ലൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നമുക്കൊരു ഓഫീസ് സ്പേസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ലൈറ്റിംഗ് ആണ് അവിടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഓംനി സിസ്റ്റത്തിൽ നമുക്ക് സീലിംഗ് ലൈറ്റ്സുകൾ വലിയ സൈസുകൾ വരെയുണ്ട്. നമുക്ക് 2 ഫീറ്റ് വരെയുള്ള ലൈറ്റുകളുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ലൈറ്റിംഗ് നമുക്ക് അവിടെ പ്രൊവൈഡ്. ഇതേപോലെ തന്നെയാണ് വാർഡ്രോബ്സുകൾക്ക് ഉള്ളിൽ കൊടുക്കുന്ന ലൈറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് നമുക്ക് ചെയ്യാമെന്നും. അതേപോലെ മൂവി കാണുന്ന സ്ഥലത്ത്, അതേപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് റിവേഴ്സ് ലൈറ്റിംഗ് സിസ്റ്റമാണ് ഏറ്റവും ബെറ്റർ. കാര്യം വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിലേക്ക് ഒത്തിരി വെളിച്ചം വീഴാതെ ഒരു പോലെയുള്ള സർഫസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ LED സ്ട്രിപ്സ് പോലത്തുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മറ്റുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ റീഡിംഗ് ലൈറ്റ്, അതൊക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ കുറച്ച് ഏരിയയിൽ മാത്രം ആവശ്യമുള്ള ലൈറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവിടെ ഒത്തിരി സിസ്റ്റംസ് ആയിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റംസ് അവൈലബിൾ ആണ്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ലൈറ്റിങ്ങിനെ നമ്മൾ ബൾബുകൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ വാട്ട്സ് നിശ്ചയിച്ചുകൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഫ്യൂച്ചർ റണ്ണിങ് ടൈമിൽ നമ്മൾക്ക് KSEBയിലെ യൂസേജ് വളരെയായിട്ട് കുറയ്ക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ടിപ്സുകൾക്കായിട്ട് ഞങ്ങൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. ഞങ്ങളുടെ നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം.